ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള ടോപ്പ് 10 വാഹനങ്ങൾ, അതായത് ഏപ്രിൽ ടോപ്പ് 10 വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് നമുക്കറിയാം മിക്ക മാസങ്ങളിലും അറ്റ്ലീസ്റ്റ് പ്രീമിയം ഹാഷ് ബാക്സോ അല്ലെങ്കിൽ ഡിസയർ പോലത്തെ വാഹനങ്ങളൊക്കെ ആയിരിക്കും നമ്പർ 1, അല്ലെങ്കിൽ വാഗണറൊക്കെ ആയിരിക്കും നമ്പർ 1. പക്ഷേ ഇപ്രാവശ്യം അതൊക്കെ താഴത്തേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് തന്നെ, അതായത് നമ്മുടെ 10th പൊസിഷനിലുള്ള വാഹനം തന്നെ ബലേനോ ആണ്. സാധാരണഗതിയിൽ ഇത് അറ്റ്ലീസ്റ്റ് ടോപ്പ് 5 വരാറുള്ളതാണ്. 15,000 അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടൊക്കെ സെയിലും കിട്ടാറുള്ളതാണ്. കഴിഞ്ഞ മാസം ജസ്റ്റ് 13,180 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇതിന് കിട്ടിയിട്ടുള്ളൂ. ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് 2024 ഏപ്രിലിൽ 14,049 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 869 വാഹനങ്ങളുടെ വ്യത്യാസം 6.19% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ലിസ്റ്റിൽ 10 വാഹനങ്ങൾക്ക് 3 വാഹനങ്ങൾക്കാണ് ടോട്ടൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഇതാണ് എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് ബലേനോയുടെ അവസ്ഥ. ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പ് പരിചയപ്പെടാം. നമ്മൾ പൊതുവെ പല ആപ്പുകളൊക്കെ വെച്ചിട്ടായിരിക്കും വണ്ടികളുടെ പല ഡീറ്റെയിൽസ് ആയിട്ടും ചെക്ക് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്കെല്ലാം കൂടെ ഒരൊറ്റ ആപ്പിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ആക്കോ എന്ന് പറഞ്ഞ ആപ്പ്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടിയുടെ പൊല്യൂഷൻ ചെക്ക് ചെയ്യാം, അതുപോലെ നിയറസ്റ്റ് പൊല്യൂഷൻ ടെസ്റ്റിംഗ് സ്റ്റേഷൻസ് ഏതൊക്കെയാണ് എന്നത് കാണിക്കും. പിന്നെ മറ്റു വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കണമെന്നുണ്ടെങ്കിൽ അതും നോക്കാം. പിന്നെ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും പെൻഡിങ് ചെല്ലാൻസ് ഉണ്ടെങ്കിൽ അത് നോക്കാം. ഇനി ഇതൊന്നും പോരാതെ നമുക്ക് വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ ഇതിൽ നോക്കാൻ പറ്റും. ഏകദേശം റഫ് എസ്റ്റിമേറ്റ് കിട്ടും. നിങ്ങൾ വണ്ടി കൊണ്ട് വാല്യൂ ചെയ്യൊന്നും വേണ്ട. സ്പിന്നിൽ നിന്നാണ് ഇവർ ഡയറക്റ്റ് കണക്ട് ചെയ്ത് നമുക്ക് വാല്യൂ തരുന്നത്. സോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി പോയി വാല്യൂ ചെയ്യിപ്പിച്ചാലും മതി. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മുടെ ലിസ്റ്റിൽ 9th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ വാഗണാറാണ്. ഈ വണ്ടി കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയ വാഹനമായിരുന്നു. കഴിഞ്ഞ മാസം 9th പൊസിഷനിലാണ് നിൽക്കുന്നത്. ആൻഡ് ജസ്റ്റ് 13,413 വാഹനങ്ങളുടെ സെയിലേ ഉള്ളൂ. 2024 ഏപ്രിൽ, അതായത് കഴിഞ്ഞ വർഷം 17,850 വാഹനങ്ങളുടെ സെയിലും ഇതിന് കിട്ടിയതായിരുന്നു. 4,437 വാഹനങ്ങളുടെ വ്യത്യാസം 24.86% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. സംശയമൊന്നും വേണ്ട, ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇത് തന്നെയാണ്. അതായത് ഒരു കാലത്ത് നല്ല മിക്ക മാസങ്ങളും നമ്പർ 1 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടോപ്പ് 3 അല്ലെങ്കിൽ നിന്നിരുന്നൊരു വണ്ടിയാണ് ഇപ്രാവശ്യം 9th പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പം മുകളിലേക്ക് പോകുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടികളുടെ അവസ്ഥ എന്താണെന്ന്. ഇനി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ തന്നെ ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 14,345 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് പറയാൻ പറ്റില്ല. 2024 ഏപ്രിൽ 14,286 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. സോ 59 വണ്ടികളുടെ വ്യത്യാസം 0.41% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഗ്രോത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. കാരണം 16,000 വരെയൊക്കെയാണ് അല്ലെങ്കിൽ 17,000 വരെയൊക്കെയാണ് ഇതിന് മാക്സിമം അങ്ങനെ സെയിൽ പോകാറുള്ളത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 14,500 റേഞ്ചിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒരുപാട് കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബലേനോ അതുപോലെ വാഗണാർ തുടങ്ങിയ വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നല്ല സെയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ഇനി നമ്മുടെ ലിസ്റ്റിൽ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഇവരുടെ സ്വിഫ്റ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ 4 വാഹനങ്ങൾ അടുപ്പിച്ച് മാരുതി സുസുക്കിയുടെ തന്നെയായിരുന്നു. സ്വിഫ്റ്റിന് കഴിഞ്ഞ മാസം 14,592 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രോങ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏപ്രിൽ 2024 4,094 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ വലിയ കുഴപ്പമില്ല. കാരണം ആ സമയത്ത് നമ്മുടെ 4th ജനറേഷൻ സ്വിഫ്റ്റൊക്കെ വരുന്ന ആ ഒരു സമയമായിരുന്നു. അതായത് പുതിയ 3 സിലിണ്ടർ ഇപ്പോൾ കിട്ടുന്ന സ്വിഫ്റ്റ്. അതുകൊണ്ടാണ് അത്രയും വ്യത്യാസം വന്നത്. സോ പറഞ്ഞു വരുന്ന സമയത്ത് 10,498 വാഹനങ്ങളുടെ വ്യത്യാസം 256.42% ഗ്രോത്ത് റേറ്റൊക്കെ ഉണ്ട്. പക്ഷെ അത് പുതിയ വണ്ടി ആ സമയത്ത് വരാനുണ്ടായിരുന്നുകൊണ്ടാണ് ആ സമയത്ത് ഒരു പ്രൊഡക്ഷൻ കുറച്ച് ഇത്രയും ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നത്. സംശയമൊന്നും വേണ്ട, ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇത് തന്നെയാണ്. പക്ഷേ അത് ഈ ഒരു റീസൺ കൊണ്ടായതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ഇത് കൗണ്ട് ചെയ്യേണ്ടി വരില്ല. ഇനി അടുത്തതായി നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ നെക്സോൺ, അല്ലെങ്കിൽ ഇതിൻ്റെ EV എല്ലാം കമ്പൈൻഡ് ആയിട്ടുള്ള മോഡലാണ്. ഇതിന് കഴിഞ്ഞ മാസം 15,457 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2024 ഏപ്രിൽ 11,168 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. പൊതുവെ 2024 നെക്സോണിൻ്റെ സെയിൽ അത്ര ഗംഭീരമായിരുന്നില്ല. 10,000 to 12,000 അതിൻ്റെയൊക്കെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചായിരുന്നു ആ സമയത്ത് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം തുടങ്ങിയപ്പോഴേക്കും പഞ്ചിൻ്റെ സെയിൽ പതുക്കെ കുറച്ച് ഡള്ളാവാൻ തുടങ്ങി. ആദ്യം 15,000 റേഞ്ചിലേക്ക് വന്നു. ഇപ്രാവശ്യം നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ പഞ്ചില്ല. നിങ്ങൾ ചിലപ്പോൾ മുകളിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ആക്ച്വലി പഞ്ച് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഇപ്രാവശ്യം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നെക്സോണിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ 4,289 വാഹനങ്ങളുടെ വ്യത്യാസവും 38.4% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ സ്വിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം നെക്സോൺ ആണ്. ആൻഡ് അത് ജെന്യൂൻ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. പഴയ വണ്ടി ഫേസ് ലിഫ്റ്റ് വന്നതൊക്കെ 2023-ലായിരുന്നു.
ഇതിപ്പോൾ ബേസിക്കലി ഒരു പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഇപ്പോൾ നെക്സോണിനെ പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ഡിമാൻഡ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാവാം. എന്തായാലും ഇനി അടുത്തായി 5th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ വാഹനം മഹീന്ദ്രയുടെ സ്കോർപിയോ തന്നെയാണ്. സ്കോർപിയോനും ക്ലാസിക്കും രണ്ടും കമ്പൈൻഡ് ആണ്. ഇതിന് പിന്നെ മിക്ക മാസങ്ങളിലും സെയിൽ അങ്ങനെ കുറയാറില്ല. കണ്ടിന്യൂസ് ആയിട്ട് 12,000 to 16,000 ഇടയിലൊക്കെ സെയിൽ കിട്ടാറുള്ളതാണ്. കഴിഞ്ഞ മാസം 15,534 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2024 ഏപ്രിൽ 14,807 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 727 വാഹനങ്ങളുടെ വ്യത്യാസവും 4.91% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വിലയുള്ള വാഹനമാണ്. 2022 ഇറങ്ങിയ വണ്ടിയാണ്. ഇതുവരെ കാര്യമായിട്ടുള്ള വലിയ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. ഫേസ് ലിഫ്റ്റ് ഒന്നും തീർച്ചയായും വന്നിട്ടില്ല. പക്ഷേ എന്നിട്ടും ഇത്രയും അവരിപ്പോഴും ഈ വാഹനം വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതും നോക്കുന്ന സമയത്ത് XUV700 അത്രയും പോലും ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. നമ്മുടെ രണ്ട് വേറെ മാനുഫാക്ചറേഴ്സിന് കഴിഞ്ഞ് പിന്നെ മാരുതിയിലേക്ക് തന്നെ ചാടി. എർട്ടിഗയ്ക്ക് കഴിഞ്ഞ മാസം 15,780 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഏപ്രിൽ 2024 13,544 വാഹനങ്ങളുടെ സെയിലും കിട്ടിയിട്ടുണ്ട്. സോ 2,236 വാഹനങ്ങളുടെ വ്യത്യാസവും 16.51% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കൂടിയാണിത്. ഇത് കൂടുതലും ടാക്സി ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് എടുക്കാറുള്ളത്. പക്ഷേ എന്തായാലും ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് എർട്ടിഗയുടെ സെയിൽസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. മിക്ക മാസങ്ങളും 15,000 മുകളിലാണ് ഈ വാഹനത്തിന് സെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഒരു MPVയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഇന്ത്യയിൽ വളരെ നല്ല സെയിൽ തന്നെയാണ്. ഇനി നമ്മൾ ടോപ്പ് 3യിലേക്ക് കയറി 3rd പൊസിഷനിൽ നിൽക്കുന്ന സുസുക്കി തന്നെയാണ്. ബ്രസയാണ് ഇപ്രാവശ്യം ഈ ഒരു പൊസിഷനിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം 16,971 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. ഏപ്രിൽ 2024 17,113 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. അതായത് 142 വാഹനങ്ങളുടെ വ്യത്യാസവും 0.83% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇതാണ്. പിന്നെ ഈ ഡീഗ്രോത്ത് അങ്ങനെ വലിയ രീതിയിൽ കൺസിഡർ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. കാരണം ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇയർലി സെയിൽസ് റിപ്പോർട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ടോപ്പ് 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം എടുക്കുകയാണെങ്കിൽ അതും ഒരു സുസുക്കി തന്നെയാണ്. ഡിസയറാണ് ഇപ്രാവശ്യം അവിടെ നിൽക്കുന്നത്. സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ സെയിൽസ് ഇപ്പം ചില മാസങ്ങളിലൊക്കെ ഡിസയറിന് കിട്ടാറുണ്ട് കേട്ടോ. കഴിഞ്ഞ മാസം 16,996 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിന് വന്നത്. 2024 ഏപ്രിൽ 15,825 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 1,171 വാഹനങ്ങളുടെ വ്യത്യാസവും 7.4% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. സെയിൽസ് ആണെങ്കിലും കുറ്റമൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ല സെയിൽ തന്നെ ഈ വാഹനത്തിന് മിക്ക മാസങ്ങളിലും കിട്ടുന്നുണ്ട്. ചില മാസങ്ങളിൽ മാത്രം ഒരു 12,000 10,000 ആ റേഞ്ചിലേക്കൊക്കെ താഴും. പക്ഷേ മിക്ക മാസങ്ങളും 15,000 മുകളിൽ തന്നെയാണ് ഇതിനും വരാറുള്ളത്. ഇനി നമ്പർ 1 വണ്ടി ഏതാണെന്നല്ലേ, അത് നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. വീണ്ടും ഈ ലിസ്റ്റിൽ ഒന്നുകൂടെ ഈ വാഹനം സ്ഥാനം കുറിച്ചിരിക്കുകയാണ്. കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മന്ത്സിലാണ് ഇപ്പോൾ ഈ വാഹനം പിന്നെയും ഫസ്റ്റ് ആയിരിക്കുന്നത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഫസ്റ്റ് തന്നെയായിരുന്നു. 17,016 വാഹനത്തിൻ്റെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്നത്. അത് ആക്ച്വലി ഇതിൻ്റെ സെയിൽ കൂടിയതുകൊണ്ടല്ല. ഇതിന് പൊതുവെ 16,000 17,000 18,000 വരെയൊക്കെ സെയിൽസ് കിട്ടാറുള്ളതാണ്. പക്ഷേ ബാക്കി വാഹനങ്ങളുടെ സെയിൽസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എങ്ങനെയെങ്കിലും കുറഞ്ഞുകൊണ്ടായിരിക്കും ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ 1 വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചില മാസങ്ങളിലൊക്കെ വാഗണർ ഒരു 22,000 വെച്ചൊക്കെ വിൽക്കാറുള്ളതാണ്. അല്ലെങ്കിൽ സുസുക്കിയുടെ ചില വാഹനങ്ങൾ 20,000 വെച്ചൊക്കെ പോകാറുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ അത് നടക്കുന്നില്ല. അതുകൊണ്ട് 17,000 വെച്ച് തന്നെ ക്രെറ്റ കഴിഞ്ഞ മാസം നമ്പർ 1 ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഒക്കെ അവൈലബിൾ ആണല്ലോ. എന്തായാലും 2024 ഏപ്രിൽ 15,447 വാഹനങ്ങൾ സെയിലായിരുന്നു ഇതിന് കിട്ടിയത്. അതായത് 1,569 വാഹനങ്ങളുടെ വ്യത്യാസവും 10.16% ഗ്രോത്ത് റേറ്റ് ഒന്നും വലിയ കുഴപ്പമില്ല. പിന്നെ നമ്പർ 1 ആയതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സൊക്കെ ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ 1 ലാഖിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് വളരെ പെട്ടെന്ന് ആക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.